ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മളൊക്കെ പ്രത്യേക നിയോഗം വെച്ച് നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരാണ്. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നൊവേന വെറുതെ ചൊല്ലിയിട്ട് കാര്യമില്ല. ഈ നൊവേന പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്രകാരം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പ്രാർത്ഥനയ്ക്ക് കൃത്യമായ ഉത്തരം ലഭിക്കത്തുള്ളൂ. വിശുദ്ധ കുർബാനയോടും ജപമാലയോടും ഉള്ളതിലേറെ ഭക്തിയും വിശ്വാസവും നൊവേന പ്രാർത്ഥനയോട് കാണിക്കുന്ന ധാരാളം കത്തോലിക്കര് ഇന്ന് നമുക്കിടയിലുണ്ട്. വിശുദ്ധ അന്തോണീസിൻ്റെ നൊവേന, യൂദാസ്ലീഹായുടെ നൊവേന എന്നിങ്ങനെ വിശുദ്ധരോടുള്ള വണക്കത്തിൻ്റെ പ്രകടനമായിട്ടാണ് പല നൊവേനകളും. കുർബാനയിൽ പങ്കെടുക്കാത്തവർ പോലും നൊവേനയ്ക്ക് മാത്രമായി ദേവാലയങ്ങളിൽ പോകാറുമുണ്ട്. എന്നാൽ അത് ശരിയായ കാര്യമല്ല. വിശുദ്ധ കുർബാനയ്ക്കാണ് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്. നൊവേനയ്ക്ക് ശക്തിയുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ നൊവേന ഫലദായകമാകണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നൊവേനയെ സ്നേഹിക്കുന്നവരും നൊവേന പ്രാർത്ഥന മുടക്കാത്തവരും അറിഞ്ഞിരിക്കാനായിട്ട് ചില കാര്യങ്ങൾ ഞാൻ പറയാം. 1. ലാഘവ ബുദ്ധിയോടെ നൊവേനയെ സമീപിക്കരുത്. 9 ആഴ്ചകൾ അല്ലെങ്കിൽ 9 ദിവസങ്ങൾ നിങ്ങൾ മുടക്കം കൂടാതെ പ്രാർത്ഥിക്കണം. 2. ശരിയായ അനുതാപവും മാനസാന്തരവും പാപമോചന കൂദാശയുടെ സ്വീകരണവും, അതായത് കുമ്പസാരവും നൊവേന പ്രാർത്ഥനയോടൊപ്പം ഉണ്ടാകണം. 3. നൊവേന ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന ഒരുക്കത്തോടെ സ്വീകരിക്കേണ്ടതാണ്. 4. നൊവേനയോടൊപ്പം സ്വയം പരിത്യാഗത്തിൻ്റെയും പാപപരിഹാരത്തിൻ്റെയും പ്രവൃത്തികളും ഉണ്ടായിരിക്കണം. 5. പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടിയാൽ ദൈവത്തോടും മധ്യസ്ഥത തേടിയ വിശുദ്ധരോടും നന്ദി പ്രകാശിപ്പിക്കാൻ മറക്കരുത്. 9 എന്നർത്ഥമുള്ള നൊവേം എന്ന ലത്തീൻ വാക്കിൽ നിന്നാണ് നൊവേന ഉത്ഭവിച്ചത്. 9 ദിവസത്തിന് ബൈബിളിൽ പ്രത്യേക സ്ഥാനമൊന്നുമില്ല. യഹൂദരെ സംബന്ധിച്ചാണെങ്കിൽ 7-ാം ദിവസത്തിനാണ് പ്രാധാന്യം. പക്ഷേ ഗ്രീക്ക് റോമൻ സമൂഹത്തിൽ 9-ന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. പുരാതന റോമാക്കാർ അവരുടെ അടുത്ത ബന്ധുക്കൾ മരിച്ചാൽ 9 ദിവസം വിലാപം ആചരിക്കും. 9-ാം ദിവസം വലിയൊരു വിരുന്നും ബലിയർപ്പണവുമായിട്ടാണ് അത് സമാപിക്കുക. ക്രൈസ്തവ ചരിത്രത്തിലെ ആദ്യത്തെ നൊവേന പ്രാർത്ഥന നടന്നത് സെഹിയോൻ മാളികയിലാണ്. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിനും പെന്തക്കുസ്ത തിരുനാളിനും ഇടയ്ക്കുള്ള 9 ദിവസം പരിശുദ്ധ മറിയവും അപ്പസ്തോലന്മാരും ഒരുമിച്ചുകൂടി തീക്ഷ്ണമായി പ്രാർത്ഥിച്ചൊരുങ്ങി. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി സ്വീകരിക്കാനായി അപ്പസ്തോലന്മാരെ ഒരുക്കിയ നവദിന പ്രാർത്ഥനയാണ് ചരിത്രത്തിലെ ആദ്യത്തെ നൊവേന. ഇതിനെ അനുകരിച്ചുകൊണ്ട് പല ക്രൈസ്തവ സമൂഹങ്ങളും ആദിമ നൂറ്റാണ്ടുകളിൽ പെന്തക്കുസ്ത തിരുനാളിനൊരുക്കമായി 9 ദിവസത്തെ കാത്തിരിപ്പ് പ്രാർത്ഥനകൾ നടത്താറുണ്ടായിരുന്നു. ആത്മീയ ഒരുക്കത്തിനായുള്ള നൊവേനകൾ ക്രമേണ പ്രത്യേക അനുഗ്രഹങ്ങൾ നേടുന്നതിനായുള്ള പ്രാർത്ഥന രീതിയായി പരിണമിച്ചു. നിരവധി മാനസാന്തരങ്ങൾ, അത്ഭുത രോഗശാന്തികൾ, കുടുംബ നവീകരണം തുടങ്ങിയവയെല്ലാം നൊവേനകൾ വഴി സംഭവിക്കാൻ ആരംഭിച്ചപ്പോൾ സാധാരണ വിശ്വാസികൾ നൊവേനയ്ക്കായി ഓടിക്കൂടി. എന്തുകൊണ്ടാണ് ഈ നൊവേന പ്രാർത്ഥനകൾ ഇത്രയേറെ ഫലദായകമായി തീരുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറയാം. നൊവേന ദിവസങ്ങളിൽ തുടർച്ചയായി ഒരേ കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാൻ വേണ്ട സ്ഥിരത എന്ന പുണ്യം നമ്മിൽ അറിയാതെ രൂപപ്പെടുന്നു. 2. ദൈവകൃപ സ്വീകരിക്കുന്നതിനുള്ള തടസ്സങ്ങൾ വെളിപ്പെട്ട് കിട്ടാനും നീക്കിക്കളയാനും നിരന്തരമായ പ്രാർത്ഥന സഹായിക്കുന്നു. 3. നമ്മൾ അഭയം തേടുന്ന വിശുദ്ധരുടെ പ്രാർത്ഥനകൾ നമുക്കിവിടെ സഹായകമായി തീരുന്നു. ഏതൊരു നൊവേന പ്രാർത്ഥന പരിശോധിച്ചാലും അതിൽ പൊതുവായ ചില ഘടകങ്ങളുണ്ട്. ചെയ്തു പോയ പാപങ്ങൾ ഓർത്ത് അനുതപിക്കുക, കിട്ടിയ നന്മകൾക്ക് ദൈവത്തിന് നന്ദി പറയുക, പാപം വർജിച്ച് ദൈവഹിതമനുസരിച്ച് ജീവിക്കാനുള്ള കൃപ യാചിക്കുക തുടങ്ങിയവയാണത്. ഇതിനു ശേഷമാണ് ഓരോ വ്യക്തിയുടെയും സ്വകാര്യ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. തങ്ങളുടെ നിസ്സാരതയും അയോഗ്യതയും ഏറ്റുപറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ പീഡാസഹനങ്ങളുടെയും മധ്യസ്ഥത തേടുന്ന വിശുദ്ധൻ്റെ പുണ്യപൂർണതയുടെയും പേരിൽ തൻ്റെ ജീവിത പ്രശ്നങ്ങളുടെ മേൽ കരുണ തോന്നണമേ എന്ന പ്രാർത്ഥന എത്രയോ ശ്രേഷ്ഠമാണ്. എന്നാൽ പലപ്പോഴും അനുതാപം, മാനസാന്തരം,
ദൈവ തിരുമനസ്സിനുള്ള സമർപ്പണം തുടങ്ങിയ മേഖലകളെ ശ്രദ്ധിക്കാതെ നൊവേനയെ ഒരു മാന്ത്രിക പ്രാർത്ഥനയായി കണക്കാക്കുന്നത് ക്രിസ്തീയതയല്ല എന്ന് ഓർത്തിരിക്കുക. വിശുദ്ധ അൽഫോൻസ് ലിഗോരി നൊവേന പ്രാർത്ഥനകൾ ഫലപ്രദമായി നടത്താനുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവയാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ. 1. പ്രസാദകരാവസ്ഥയിലുള്ള ആത്മാവിൻ്റെ പ്രാർത്ഥനകളെ ദൈവസന്നിധിയിൽ സ്വീകാര്യമാവുകയുള്ളൂ എന്നോർത്തിരിക്കുക. അതിനാൽ ശരിയായ അനുതാപവും മാനസാന്തരവും പാപമോചനം അതായത് കുമ്പസാരവും നടത്തിയ ശേഷം മാത്രമേ നൊവേന പ്രാർത്ഥന നിങ്ങൾ പങ്കെടുക്കാവുള്ളൂ. പിന്നെ 9 ആഴ്ചകൾ അല്ലെങ്കിൽ 9 ദിവസങ്ങൾ മുടക്കം കൂടാതെ പ്രാർത്ഥിക്കണം. അതിനെ ലാഘവ ബുദ്ധിയോടുകൂടി ഒരിക്കലും നൊവേനയെ നമ്മൾ സമീപിക്കരുതെന്നാണ് അൽഫോൻസ് ലിഗോരി പറയുന്നത്. പിന്നെ ഒരു കാര്യം, ഭവനങ്ങളിൽ സ്വീകാര്യമായ നൊവേന പ്രാർത്ഥനകൾ നമുക്ക് ചൊല്ലാമെങ്കിലും ആ ദിവസങ്ങളിൽ ദേവാലയം സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നത് കൂടുതൽ പ്രയോജനകരമാണ്. പിന്നെ പ്രാർത്ഥനയോടൊപ്പം സ്വയം പരിത്യാഗത്തിൻ്റെയും പാപപരിഹാരത്തിൻ്റെയും പ്രവർത്തികളും നമ്മിലുണ്ടായിരിക്കണം. പിന്നെ നൊവേന ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന ഒരുക്കത്തോടെ സ്വീകരിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ച നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടിയാൽ ദൈവത്തോടും മധ്യസ്ഥത തേടിയ വിശുദ്ധനോടും നന്ദി പ്രകാശിപ്പിക്കാൻ മറക്കരുത്. മറ്റനേകരെ ഈ നൊവേന പ്രാർത്ഥനയിലേക്ക് ആനയിക്കുകയാണ് മധ്യസ്ഥരോടുള്ള നന്ദി സൂചകമായി നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കട്ടെ. ഇനി മുതൽ നൊവേന പ്രാർത്ഥനകൾ നടത്തുന്നതിന് മുമ്പ് ഇപ്രകാരമൊക്കെ പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ട് നമ്മൾ നൊവേന പ്രാർത്ഥനകൾ നടത്തുമ്പോൾ അതിന് വേഗം ഫലം കാണും.